സെക്കൻഡ് ഡേ ഓഫ് ഫിൻലാൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. രാവിലെ 6 മണിക്ക് നമ്മൾ സെൻട്രൽ ബസ് സ്റ്റേഷനിലെത്തി റൊവേനാമയിൽ. ഇപ്പം നമ്മൾ ഒന്നുകിൽ ഈ ബസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കണം, ബസ്സിനെ നോക്കിയിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ബസ്സിൽ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് വെയിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം കൂടെ നിൽക്കണം. 9 മണിയാകുമ്പോഴാണ് ബസ് ആദ്യത്തേത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഊബർ എടുത്തിട്ട് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു, ടാക്സി വന്നിട്ടുണ്ട്. നമ്മളിനി ടാക്സിയിൽ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽസിങ്കിയിൽ നിന്ന് റൊവേനാമയിലേക്ക് നമുക്ക് ആക്ച്വലി 3 രീതിയിൽ വരാം. ഒന്നുകിൽ ഫ്ലൈറ്റിന് വരാം, അല്ലെങ്കിൽ ബസ് എടുക്കാം, അതല്ലെങ്കിൽ ട്രെയിൻ എടുക്കാം. ട്രെയിൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വരും ബസ്സിനേക്കാളും. പിന്നെ നമ്മൾ ബസ്സിൻ്റെ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്നുള്ളൊരു റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ് ചൂസ് ചെയ്തത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ട്രെയിനാണ് വരുന്നത്. ആക്ച്വലി നമ്മുടെ റൂമിൻ്റെ ചെക്ക് ഇൻ ടൈം ആഫ്റ്റർനൂൺ 2 o'clock 3 o'clock എന്തോ ആയിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിയെന്ന് അവരടുത്ത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പം അവർ നമുക്ക് ഏർലി മോർണിംഗ് ചെക്ക് ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നു. ഒരു റൂം അവിടെ വേക്കൻ്റ് ആയിരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ തന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഹോസ്റ്റൽ സാന്റാക്ലോസ് വില്ലേജിലേക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് ആണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്റ്റൽ എടുത്തിരിക്കുന്നത്. ഒരു കാര്യം അടുത്തായതുകൊണ്ടും, രണ്ടാമത്തെ കാര്യം കുറച്ച് കമ്പാരിറ്റീവ്ലി ചീപ്പ് ആയതുകൊണ്ടുമാണ്. ഹോട്ടൽസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം നല്ല എക്സ്പെൻസീവ് ആണ്. ഹോസ്റ്റലാകുമ്പം കുറച്ചും കൂടെ ചീപ്പായിട്ട് തോന്നിയതുകൊണ്ടാണ് ഹോസ്റ്റൽ നമ്മൾ ചൂസ് ചെയ്തത്. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ -5, ഫീൽ ലൈക്ക് 11. ഇന്നത്തെ നമ്മുടെ പ്ലാൻ സാന്റാക്ലോസ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുക, റെയിൻഡിയർ അല്ലെങ്കിൽ ഹസ്കി റൈഡിന് പോവുക, അങ്ങനത്തെ കുറച്ച് പ്ലാൻസാണ് ഇന്നത്തെ ഷെഡ്യൂളിലുള്ളത്. ഇതുവരെ നമ്മളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ booking.com-ലും എയർബിഎൻബിയിലും ഓപ്ഷൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പാണ്, മഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഫുള്ള്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഹോസ്റ്റലിലെത്തി. ഇതാണ് ഹോസ്റ്റൽ റൂം. നമുക്ക് 2 ബെഡ്റൂം 2ആയിട്ട് കിടക്കുന്ന ഹോസ്റ്റലായതുകൊണ്ട് എടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഹോസ്റ്റലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 108 euro ആണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത് ആ ഒരു റൂമിന്. നമ്മൾ ഒരു നൈറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മൾ സാന്റാക്ലോസ് വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് വേണമെങ്കിൽ ഊബറിൽ പോകാവുന്നതാണുള്ളൂ. പിന്നെ നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ കണ്ടതുകൊണ്ട്, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും, പിന്നെ നമുക്ക് ചുറ്റും കണ്ട് നടന്ന് പോകാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ നടന്നു പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. 1 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നല്ല കാഴ്ചകളായതുകൊണ്ട് നമ്മൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ലാപ്ലാൻഡിലെ ക്രിസ്മസ് അത്ഭുത ലോകം എന്നാണ് സാന്റാക്ലോസ് വില്ലേജിനെ പൊതുവായി ആൾക്കാർ പറയുന്നത്. ഒരു വർഷത്തിൽ എല്ലാ ദിവസവും ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു സാന്റാക്ലോസ് വില്ലേജിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് ഒറിജിനലായിട്ടുള്ള സാന്റാക്ലോസിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ആക്ച്വലി പോകുന്ന വഴികളൊക്കെ കാണാനായിട്ട് വളരെ ഭംഗിയായതുകൊണ്ട് നമ്മൾ പതിയെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും. നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നതെല്ലാം പൈൻ മരങ്ങളാണ്. ഈ പൈൻ മരങ്ങളിലേക്ക് മഞ്ഞ് വീഴുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയാണ്. പിന്നെ നമുക്ക് ഈ നടക്കുന്ന വഴിയിൽ നല്ല സൈലൻസ് ആണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒരു ബഹളങ്ങളില്ല, ആൾക്കാരുടെ ബഹളങ്ങളില്ല, വണ്ടികളില്ല, ഒന്നുമില്ല. അപ്പം നല്ല സൈലൻ്റ് ആയിട്ടാണ് നമ്മളിങ്ങനെ ഇത് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ചില വീടുകളൊക്കെ കാണുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാകുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നതും ബാഗും, പിന്നെ അവർ ഒരു പ്രത്യേകതരം മഞ്ഞിൽ ഉരുട്ടി വലിക്കാൻ പറ്റുന്ന ഒരു ട്രോളിൽ ഇരുത്തിക്കൊണ്ടാണ് ചെറിയ മക്കളെയൊക്കെ ആൾക്കാർ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ വീടുകളുടെ എല്ലാം മുമ്പിലും മഞ്ഞിങ്ങനെ കൂമ്പാരമായിട്ട് കൂടി കിടക്കുന്ന കാരണം ആൾക്കാരൊക്കെ മഞ്ഞ് തട്ടി മാറ്റുന്നു. കാറിൻ്റെ ഒക്കെ പുറത്തുള്ള മഞ്ഞെല്ലാം തട്ടി മാറ്റുന്നു. അങ്ങനെ എല്ലാം നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. സോ ഫൈനലി നമ്മൾ സാന്റാക്ലോസ് വില്ലേജിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷായി ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേക്കും 11-12 മണി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ലോക പ്രശസ്തമായ ആർട്ടിക് സർക്കിൾ കിടക്കുന്നത്. ആർട്ടിക് സർക്കിൾ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആണ് സാന്റാക്ലോസ് വില്ലേജിലേത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ആകാശത്ത് സൂര്യൻ മുഴുവൻ ദിവസവും നിൽക്കുകയും അതിന് മിഡ് നൈറ്റ് സൺ എന്നും, അതുപോലെ ചില ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും ഇരുട്ടായിരിക്കും, അതിന് പോളാർ നൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ചില പ്രത്യേകതകളാണ് ഈ ഒരു സ്ഥലത്തിനുള്ളത്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാന്റാക്ലോസ് ഓഫീസിലേക്കാണ്. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലാണ് സാന്റാക്ലോസ് ഉള്ളത്. ഓഫീസിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നു. ഇതിനുള്ളിൽ
ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഗിഫ്റ്റും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയൊരു മങ്ങിയ വെളിച്ചമായതുകൊണ്ട് നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. കുറേ ആൻറ്റിക് ഫർണിച്ചേഴ്സ്, പിന്നെ കുറേ പഴയ കാലത്തെയുള്ള ക്ലോക്കുകൾ, പിന്നെ അലങ്കരിക്കാനായിട്ട് പറ്റുന്ന കുറേ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവാണ് ഇതിൽ നിന്ന് വാങ്ങുന്നത്. അതേപോലെ ഇതിനുള്ളിൽ നിന്ന് നമുക്ക് പോസ്റ്റ് കാർഡ് ഒഫീഷ്യൽ സാന്റാക്ലോസ് അഡ്രസ്സിൽ നിന്ന് ലോകത്തെ എവിടേക്ക് വേണമെങ്കിലും അയക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സാന്റാക്ലോസിൻ്റെ തന്നെ ക്രിസ്മസ് കാർഡ് സെയിം അഡ്രസ്സിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ ക്വൈറ്റ് എക്സ്പെൻസീവ്. അവിടുന്ന് നമ്മൾ ഗിഫ്റ്റിൻ്റെ സെക്ഷനിൽ നിന്ന് സാന്റാക്ലോസ് ഇരിക്കുന്നിടത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല ക്യൂ ആണ്. നമ്മൾ ആ വഴിയിൽ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ സാന്റാക്ലോസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ്. ഏകദേശം ഒരു 5 to 10 minutes ഒരു കൂട്ടർ, അത് ഒരു കപ്പിളാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണെങ്കിലും ഒരാളുടെ അടുത്ത് 5 to 10 minutes സാന്റാക്ലോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്ത് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും സാന്റാക്ലോസിനെ കാണാൻ വേണ്ടിയിട്ട് വരാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും സോവനിയേഴ്സൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം കാണുന്ന ക്രിസ്മസ് കാർഡുകളിലുള്ള ഫോട്ടോസാണ് നമ്മൾ ഇവിടെ കാണുന്ന കൂടുതലും സോവനിയേഴ്സ്. ഇതൊക്കെ ഇങ്ങനെ നേരിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കും, കുറച്ച് സാധനങ്ങൾ നോക്കും. പിന്നെ നമ്മൾ ഒരു ഫിൻലൻഡിൻ്റെ ഒരു സോവനിയർ വാങ്ങിക്കുകയും ചെയ്തു അവിടുന്ന്. ഇത് പുറത്തേക്കുള്ള വഴിയാണ്, എക്സിറ്റ് വഴി. നമ്മൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് ആർട്ടിക് സർക്കിളിൻ്റെ ഇൻഫർമേഷൻ ഓഫീസാണ്. അതിൻ്റെ മുന്നിൽ ഈ കാണുന്നത് വേൾഡ് ഡിസ്റ്റൻസ് സൈൻ പോസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ പല സിറ്റീസിലേക്കുള്ള ഡിസ്റ്റൻസാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളതിൽ ന്യൂഡൽഹി എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഞങ്ങളതിന് മുന്നേ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഹസ്കി റൈഡിന് വേണ്ടിയിട്ടാണ്. ഹസ്കി പാർക്കിലേക്ക് എൻട്രി ചെയ്ത് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ പോയിട്ട് ഹസ്കി റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇപ്പം അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 45 euro പെർ പേഴ്സണാണ്. ഒരു 1 hour കഴിഞ്ഞിട്ടുള്ള സെഷനിലാണ് നമുക്ക് ഹസ്കി റൈഡ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഹസ്കി പാർക്കിലൂടെ നടന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹസ്കികളെ നമുക്ക് കാണാം. അവർക്ക് ഭക്ഷണം പുറത്തുനിന്ന് നമുക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം. പക്ഷെ നമുക്ക് അവരെ കയ്യിലുള്ളിലേക്ക് ഇട്ടിട്ട് അവരെ തൊടാനോ അങ്ങനെ ചെയ്യരുതെന്ന് അവിടെ എല്ലാ ബോർഡിലും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ അവർ തരുന്നുണ്ട്. അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യുമ്പം അവിടുന്ന് വാങ്ങിയ ഭക്ഷണം മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ എന്ന്, അതുപോലെ ഗ്ലൗസ് ഇട്ട് കൊടുക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ തണുപ്പിനെ അതിജീവിച്ച് കഴിയാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം നായ്ക്കൾ എന്ന് മാത്രമാണ് ഈ ഹസ്കികൾക്കുള്ള പ്രത്യേകത ഉള്ളത്. മഞ്ഞിലൂടെ അധിക ദൂരം ഓടാൻ കഴിവുള്ള നായ്ക്കളായതുകൊണ്ടാണ് നമ്മൾ ഹസ്കി പാർക്കിൽ എൻട്രി ചെയ്തു. എൻട്രൻസ് ഫീസ് അറൗണ്ട് 45 euros പെർ പേഴ്സണാണ്, പെർ അഡൽട്ടാണ്. ഇവിടെ നമ്മളൊന്നും പെർ കപ്പിൾസിൽ കാണില്ല. എല്ലാ പ്രൈസസും പെർ അഡൽട്ട്സാണ്. അങ്ങനെ നമ്മൾ 45 euro പെർ പേഴ്സൺ കൊടുത്ത് എൻട്രി ചെയ്ത് പാർക്കിലൂടെ ഇപ്പോൾ കുറേ നടന്നു. ആ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് തണുത്ത് മരവിച്ചിരുന്നത് കൊണ്ട് നമ്മൾ അടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഇപ്പോൾ ഇതിനകത്തിരിക്കുകയാണ്. ഒന്ന് വാം ആവണം, പിന്നെ എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കണം, ഒന്ന് ജസ്റ്റ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഹസ്കി റൈഡിന് പോകും. റൈഡിന് പോയി കഴിയുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് സെഷൻ റൈഡ്സിന് വേണ്ടിയിട്ട് ഹസ്കികൾ റെഡിയാക്കിക്കൊണ്ട് അറേഞ്ച് ചെയ്ത് നിർത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഭയങ്കര രസമായിട്ടാണ് ഈ വരുന്നത്. അടുത്തത് പോകാൻ നിൽക്കുന്നത് നമ്മളാണ്. നമ്മൾ ഹസ്കിയുടെ മുമ്പിലുള്ള സ്ലൈഡിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമുക്ക് അവർ ഏത് റൈഡിലാണ് നമ്മൾ പോകുന്നതെന്ന് അവർ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞാനിതാ നടന്ന് അതിലേക്ക് കയറിയിരിക്കുന്നതാണ്. അതിൻ്റെ പുറത്തൊരു തോല് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം വിരിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് കയറിയിരിക്കുന്നത്. നമ്മൾ മാക്സിമം ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു. പിന്നെ അവർ നമ്മളടുത്ത് പറയുന്നുണ്ട് ഫോണ് ക്യാമറയൊക്കെ സൂക്ഷിച്ച് പിടിക്കണമെന്ന്. ഞങ്ങൾ പല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തെങ്കിലും ആകെ കിട്ടിയത് ഈ ഒരു വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് ഇപ്പം നമ്മൾ വീണ്ടും ഹസ്കി പാർക്കിൽ നിന്ന് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വേറെ എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കാണാനുള്ളതെന്ന് തപ്പി നടക്കുന്നതാണ്. നമ്മൾ ആക്ച്വലി റെയിൻഡിയേഴ്സിനെയും കൂടെ കാണാനുണ്ട്. അത് നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അവിടുന്ന്. ആ സമയത്ത് നമ്മുടെ ഫോണിൽ ചാർജ് തീർന്നിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. റെയിൻഡിയേഴ്സും ഇതേപോലെ തന്നെയാണ്, അവിടെ ചെല്ലുക, ടിക്കറ്റ് എടുക്കുക, പിന്നെ റെയിൻഡിയർ റൈഡിന് ഇതേപോലെ തന്നെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോസ് കാണിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. മൂടി വെച്ചേക്കുന്നുണ്ട്, ഞാൻ കുറച്ച് നേരമായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. Come on, this is Finland. അങ്ങനെ നമ്മൾ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഹസ്കി പാർക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന് തിരിച്ച് വീണ്ടും സാന്റാക്ലോസിനെ കാണാൻ വേണ്ടിയിട്ട് എൻട്രി ചെയ്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ആക്ച്വലി ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ആ പുള്ളിക്കാരി ആദ്യം തന്നെ നമ്മളോടെല്ലാം പറയണത്, ക്യാമറ ഓഫ് ചെയ്യണം, ഇവിടം വരെയാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ഇതിൻ്റെ ബാക്കിലാണ് സാന്റാക്ലോസ് ഇരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലിരിക്കാം. സാന്റാക്ലോസ് നമ്മളടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും. നമുക്കൊരു 5 മിനിറ്റ്സ് സംസാരിച്ചിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരും. ഇതാണ് ഡേ 2ൻ്റെ ലാസ്റ്റ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി.